Hello മക്കളെ, വെൽക്കം ടു കേരള എഡ്യൂക്കേഷൻ. ഇറ്റ്സ് മീ ഹാത്തിം ഷഹൽ, യുവർ ഇംഗ്ലീഷ് ടീച്ചർ. സോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ആശാപൂർണ ദേവിയുടെ സ്റ്റോറിയാണ്. സോ ഈ സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ സൊസൈറ്റി സ്ത്രീകളെ കുറിച്ചിട്ട് കുറെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ആയിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ പാട്രിയാർക്കൽ ആയിട്ടുള്ള കുറെ നോംസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്തിനാണ് സീക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. സോ സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറിയിലേക്ക് വരുന്ന സമയത്ത് ദ സ്റ്റോറി സെന്റേഴ്സ് അറൗണ്ട് നോമിത. ഈ സ്റ്റോറിയിൽ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു, പ്രൊട്ടഗോണിസ്റ്റ് ആയിരുന്നു നോമിത എന്ന് പറയുന്നത്. എ മാരീഡ് വുമൻ, നോമിതയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹു ഡിസ്കവേഴ്സ് എ ലെറ്റർ ഫ്രം ഹെർ മദർ സീക്കിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഒരിക്കൽ നോമിതക്ക് ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. ആളുടെ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്റർ ആയിരുന്നു. അമ്മ എഴുതിയിട്ടുള്ള ആ ലെറ്ററിൽ അമ്മ കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മക്കളോട് അമ്മമാർ അങ്ങനെ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ കുറഞ്ഞ എന്തെങ്കിലും പൈസ ഒക്കെ ചോദിക്കും. സോ ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ലെറ്റർ നോമിതക്ക് കിട്ടുന്നുണ്ട്. സോ ആളുടെ ഹസ്ബൻഡ് അജിത്ത്, സോ നോമിതയുടെ ഹസ്ബൻഡിന്റെ പേരാണ് അജിത്ത് എന്ന് പറയുന്നത്. സോ ഡെലിബറേറ്റ്ലി വിത്ത് ഹെൽഡ് ദ ലെറ്റർ. അമ്മ ഈ അയച്ചിട്ടുണ്ടായിരുന്ന ലെറ്റർ വളരെ ഡെലിബറേറ്റ്ലി പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് വിത്ത് ഹെൽഡ് ചെയ്തു, അത് ഹോൾഡ് ചെയ്തു വെച്ചു. ആൻഡ് ഡിസ്റിഗാർഡഡ് ഹെർ കൺസേൺസ്. ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആവശ്യങ്ങളെ ഒന്നും തന്നെ, കൺസേൺസിനെ ഒന്നും തന്നെ പരിഗണിച്ചില്ല, അതൊക്കെ ഡിസ്റിഗാർഡ് ചെയ്തു, അവഗണിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മ അയച്ച ആ ഒരു ലെറ്റർ, ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആർക്കുണ്ടാകും? നോമിതക്ക് ഉണ്ടാകും. സോ ഓഫ് കോഴ്സ് നോമിത ഫ്രസ്ട്രേറ്റഡ് ആയി മാറി. സോ ഇത് അവർ തമ്മിലുള്ള ഒരു കോൺഫ്രൺട്രേഷന് കാരണമായി. അവർ തമ്മിലൊരു സംഘടനം, ഒരു വഴക്കുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും സൂചിപ്പിക്കുന്നത് എക്സ്പോസിങ് ദ പവർ ഡൈനാമിക്സ് ഇൻ ദെയർ റിലേഷൻഷിപ്പ് ആണ്. ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പവർ ഡൈനാമിക്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഗ്യാപ്പിന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഫാമിലി, ഇവരുടെ ഒരു റിലേഷൻഷിപ്പിലെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്, ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്ത് ആയിരുന്നു. സോ ഈ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നോമിത സെറ്റ്സ് ഹെർ സാരി ഓൺ ഫയർ. നോമിത ആളുടെ സാരിക്ക് അങ്ങ് തീയൊടുത്തു. സോ ഇവിടെ സാരിക്ക് തീയൊടുക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സിംബലൈസ് ചെയ്യുന്നു, ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഹെർ സപ്രസ്ഡ് ഫ്രസ്ട്രേഷൻ. ഇത്രയും കാലം ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഡിസയർ ഫോർ സെൽഫ് എക്സ്പ്രഷൻ, അതോടൊപ്പം തന്നെ സെൽഫ്ലി എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തിനെയാണ് ശരിക്കും ഈ ഒരു ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ സാരിക്ക് തീ കൊടുത്തു എന്നതുകൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നത്. ഇനി നോക്കുക, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ട തീംസ് ഉണ്ട് മക്കളെ. ഈ 4 തീംസ് നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ, ഈ 4 തീംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് സ്പീച്ച്, അല്ലെങ്കിൽ എസ്സേ, ഇനി പാനൽ ഡിസ്കഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും ഈ പറയുന്ന 4 തീംസ് ഉണ്ട്. ആ 4 തീംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഒന്ന്, ജെൻഡർ ഇനീക്വാലിറ്റി ആയിരിക്കും. ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിലുള്ള ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഷെയറിങ്സ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് ഒരിക്കലും കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും ഒരു പാട്രിയാർക്കൽ നോംസിൽ ജീവിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ വിമൻസിന്റെ ഏജൻസി എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഒരിക്കലും അവരുടെ സെൽഫ്ലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടൂല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സാധ്യത, ചാൻസസ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഫിനാൻഷ്യലി അവർ മിക്കവാറും ഇൻഡിപെൻഡന്റ് ആകാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ദെൻ അവരുടെ കൺട്രോൾ ഓവർ ദിയർ ലൈഫ്സ്, അവർക്ക് ശരിക്കും എന്ത് വേണം? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് തന്നെ ഒരു കൺട്രോൾ വേണം. സോ ഈ കാര്യങ്ങൾ, ഈ ഒരു ജെൻഡർ ഇനീക്വാലിറ്റിയെ ഈ ഒരു സ്റ്റോറിയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2, സപ്രഷൻ ആൻഡ് സൈലൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും ഈ സ്റ്റോറിയിൽ നമുക്കറിയാം, നോമിത എന്ന് പറയുന്നത് ഒരു ഉത്തമമായിട്ടുള്ള ഒരു കുടുംബിനിയുടെ, ഒരു ഭാര്യയുടെ ഒരു ഉദാഹരണമായിരുന്നു. പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ സൊസൈറ്റി പറയുന്നത് അനുസരിച്ചിട്ട്. എന്നാൽ അതായത് ഈ ഭർത്താവ് പറയുന്നതൊക്കെ കേട്ട്, ഭർത്താവിന്റെ അമ്മ പറയുന്നതൊക്കെ കേട്ട് എല്ലാം സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു. ദെൻ ഫൈനലി ആൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു റിയലൈസേഷൻ വന്നു, ഇങ്ങനെ പോരാ, എൻ്റെ ഈ സപ്രസർ ആയുള്ള ഇമോഷൻസ്, ഈ ഫീലിങ്സ് ഒക്കെ അതൊരു ദിവസം ബേൺ ഔട്ട് ചെയ്തു വരും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നോമിത എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്കിംഗ് ദ സൈലൻസ് ആൻഡ് ചാലഞ്ചിങ് ഒപ്രസീവ് നോംസ്. നമ്മൾ അടിച്ചമർത്തുന്ന ഈ ഒപ്രസീവ് നോംസിനെ ചാലഞ്ച് ചെയ്യേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു നോംസും ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഈ ഒരു സ്റ്റോറിയിൽ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ ഇതിലെ 3ാമത്തെ തീം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. മക്കളെ, നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്.
റിയൽ ലൈഫിലാവട്ടെ റിലേഷൻഷിപ്പിലാവട്ടെ കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്താകും? സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഉണ്ടോ ഇല്ലേ? ഉണ്ട് അല്ലേ? സോ ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അപ്പൊ അതർ എൻഡിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ തോന്നും, എന്റെ ഫീലിങ്സ് ആള് മനസ്സിലാക്കണില്ല കേട്ടോ എന്നുള്ളത്. സോ സെയിം ലൈക്ക് ഇവിടെ അജിത്തിന്റെയും നൊമിതയുടെയും ജീവിതത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഇത് സ്വാഭാവികമായിട്ടും ഇത് ലീഡ്സ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വഴിവെച്ചു ആൻഡ് റിസെന്റ്മെന്റിലേക്കും. ഇനി അവസാനം സംഭവിക്കുന്നത് എന്താ? അജിത്ത് ഡിസ്റിഗാർഡഡ് ഫോർ ഹെർ ഫീലിങ്സ്. അജിത്ത് ഇങ്ങനെ ഡിസ്റിഗാർഡ് ചെയ്യുന്നത് പോലെ നൊമിതയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. തന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് പോലെ തന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന അജിത്ത് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ആൾ തിരിച്ചറിയാൻ തുടങ്ങി. മാത്രമല്ല അമ്മ അയച്ചിട്ടുണ്ടായിരുന്ന ഈ കത്ത് ആൾ വായിച്ചതിൽ ഒരു ഫ്രസ്ട്രേഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇതിലെ മറ്റൊരു തീമാണ്. ദെൻ നാലാമത്തെ തീം എന്ന് പറയുന്നത് സെൽഫ് ഐഡന്റിറ്റി ആൻഡ് എംപവർമെന്റ് ആണ്, അഥവാ സെറ്റിംഗ് ദ സാരി ഓൺ ഫയർ. ഇവിടെ ശരിക്കും നൊമിത ആളുടെ സാരിക്ക് തീ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് സിംബലൈസസ്, ഇത് സൂചിപ്പിക്കുന്നുണ്ട് ദ ഡിസയർ ഫോർ സെൽഫ് എക്സ്പ്രഷൻ. നമ്മൾ സെൽഫിലി നമ്മൾ എക്സ്പ്രസീവ് ആവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓട്ടോണമി, അതേപോലെ നമ്മുടെ ബോഡിയിലുള്ള കൺട്രോൾ നമുക്ക് തന്നെ വേണം എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ സ്ത്രീകളുടെ ഈ ഏജൻസി എന്ന് പറയുന്നത് വേറൊരാളും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും, സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം നല്ലോണം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളത് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മൾ ആരാ എന്നുള്ളൊരു ചോദ്യം സ്ത്രീകളെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം എന്ന് പറയുന്ന ഒരു തീമിലേക്കാണ് ഈ പറയുന്ന സെൽഫ് ഐഡന്റിറ്റി ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഇനി ഈ സ്റ്റോറിയുടെ പേര് ഭാഷ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാച്ച് ബോക്സ് ആണ് എന്നുള്ളത്. സോ നോക്കൂ, ഇനി ഈ സ്റ്റോറിയുടെ നെയിം എന്ന് ഇനി ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ മാച്ച് ബോക്സ് ആണ് എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടാണ്. ഇനി ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാച്ച് ബോക്സ് ആണ് എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു വിമന്റെ പൊട്ടൻഷ്യൽ ആണ്, അഥവാ സ്ത്രീകൾക്കുള്ള ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിമ്പിളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു തീപ്പെട്ടി, ഒരു മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കൂട്ടിലായിരിക്കും അത് കിടക്കുക, അടങ്ങിയിരിക്കുകയായിരിക്കും. എന്നാൽ അതിന് ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര വലിയ തീപിടുത്തം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവരിങ്ങനെ എല്ലാ കാര്യങ്ങളും സഹിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇവർക്ക് അത് ബേൺ ഔട്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഷൗട്ട് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ടല്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കഴിവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ടു ഇഗ്നൈറ്റ് ചേഞ്ച് ആൻഡ് ചാലഞ്ചസ് സൊസൈറ്റിയൽ നോംസ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റിയൽ നോംസ്. ഈ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോംസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും ഇവർക്ക് പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സോ 4 തീംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജെൻഡർ ഇനീക്വാലിറ്റി ആണ്, സപ്രഷൻ ആൻഡ് സൈലൻസ് ആണ്, കമ്മ്യൂണിക്കേഷനിൽ റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്, ദെൻ സെൽഫ് ഐഡന്റിറ്റി ആൻഡ് എംപവർമെന്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നൊമിതയാണ്, ഈ സ്റ്റോറിയിലെ പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ഓക്കെ, അഥവാ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് നൊമിത എന്ന് പറയുന്നത്. ഇവിടെ നൊമിത റിപ്രസെന്റ്സ് വോയിസ്ലെസ് വുമൻ കൺഫൈൻഡ് ടു സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസ്. സൊസൈറ്റി പറയുന്നത് അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വോയിസ്ലെസ് ആയിട്ടുള്ള ഒരു വിമന്റെ ഒരു പ്രതീകമായിരുന്നു നൊമിത എന്ന് പറയുന്നത്. 2, ജേർണി ഫ്രം സപ്രസ്ഡ് സൈലൻസ് ടു റെബല്യൻ. തുടക്കത്തിലൊക്കെ ആള് ഭയങ്കര സപ്രസീവായിട്ട് സബ്മിസീവായിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആള് റെബല്യൻ ആവാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി. ദെൻ ലോങ്സ് ഫോർ പേഴ്സണൽ ഏജൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. വ്യക്തി സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ പ്രതീകമാണ് നൊമിത എന്ന് പറയുന്നത്. വിക്ടിം ഓഫ് ട്രഡീഷണൽ ടാബൂസ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി. ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിന്റെ ഇരയായിരുന്നു നൊമിത എന്ന് പറയുന്നത്. സോ ഈ 4 പോയിന്റ്സ് ഓർത്തു വെക്കുക. നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് ഇതിലെ വില്ലൻ ക്യാരക്ടറാണ് അജിത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം അജിത്ത് എന്ന് പറഞ്ഞാൽ നൊമിതയുടെ ഹസ്ബൻഡ് ആണ്. സോ എംബോഡീസ് ആൻഡ് ഒപ്രസീവ് മെയിൽ ഫിഗർ ആണ്. ആളുകൾ അടിച്ചമർത്തുന്ന ഒരു മെയിൽ ഫിഗർ ആയിരുന്നു ആൾ എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന. ഡിസ്മിസസ് നൊമിതാസ് കൺസേൺസ്, ലാക്സ് എമ്പതി. എമ്പതിയൊന്നും ഇല്ലാത്ത, നൊമിതയുടെ കൺസേൺസിനെ ഒന്നും പരിഗണിക്കാത്ത ഒരു ഹസ്ബൻഡ് ആയിരുന്നു അജിത്ത് എന്ന് പറയുന്നത്. സീക്സ് ടു കൺട്രോൾ ഹെർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. നൊമിത എന്ന് പറയുന്ന തന്റെ വൈഫിന്റെ തീരുമാനങ്ങളെ, തന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിലിങ്ങനെ ഒരു അഭിമാനം കണ്ടെത്തുന്ന ഒരാളായിരുന്നു അജിത്ത് എന്ന് പറയുന്നത്. ഓപ്പൺസ് ആൻഡ് റീഡ്സ് ഹെർ ലെറ്റേഴ്സ്. തന്റെ ഭാര്യയ്ക്ക് വരുന്ന കത്തുകളൊക്കെ ഇയാളെങ്ങനെ തുറന്നു പൊട്ടിച്ചിട്ട് ഇയാളാണ് വായിക്കും. സോ
സോ ഇതേപോലെ ചെയ്യുന്ന ചില കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേറെ അഫയേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇവരിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ആ മെസ്സേജ് നോക്കുന്ന ആൾക്കാരുണ്ട്. സോ സെയിം ലേക്ക് ഓപ്പൺസ് ആൻഡ് റീഡ്സ് ആൻഡ് ലെറ്റേഴ്സ്, തന്റെ ഭാര്യയ്ക്ക് വരുന്ന ലെറ്ററുകളൊക്കെ ആൾ ഓപ്പൺ ചെയ്ത് അയാൾ വായിക്കും. വിത്ത് ഹോൾസ് ദം, എന്നാൽ അത് ഭാര്യയ്ക്ക് കൊടുക്കോ, അത് കൊടുക്കൂല. സോ യൂസസ് ഹാർഷ് വേർഡ്സ്, ഇയാളെ വായെന്ന് വരുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഫുൾ ഹാർഷ് ആയിട്ടുള്ള ഭാര്യയെ വേദനിപ്പിക്കുന്ന വേർഡ്സ് ആയിരിക്കും. ദെൻ സ്കോൺസ് ഓർ പോവർട്ടി, അഥവാ അമ്മയെ പലപ്പോഴും ഈ ഒരു നൊമിതയെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നേ ഡങ് പിക്കേഴ്സ് ഡോട്ടർ എന്നുള്ളതായിരുന്നു, അഥവാ ഡങ് പിക്കറുടെ മകളെ എന്ന് പറയുന്ന തെറിയൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ മാത്രമല്ല ഇത് ശരിക്കും ഇവിടെ ഒരു കോമൺ ഒരു വൾഗർ ബിഹേവിയർ ആണ്, ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് അജിത്ത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മളെങ്ങനെ ഒരാള് നിരന്തരമായിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്കാർഡ്നെസ് ഫീൽ ചെയ്യും. സോ അതിവിടെ പറയുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് നൊമിതയുടെ മദർ എന്ന് പറയുന്ന ക്യാരക്ടർ. നൊമിതാസ് മദർ എന്ന് പറയുന്നത് ഒരു ഇൻഡിഗ്നന്റ് ആയിട്ടുള്ള ഒരു വിഡോയാണ്, ഒരു വിധവയായിരുന്നു. സോ കോൺസ്റ്റന്റ്ലി സീക്കിംഗ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, നിരന്തരമായിട്ട് തന്റെ മകളോട് ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഡിസ്പ്ലേ സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റിനെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ ടേക്സ് ക്രെഡിറ്റ് ഫോർ ഡോട്ടേഴ്സ് മാരേജ് ഇൻ ടു വെൽത്തി ഫാമിലി. പിന്നെ അമ്മയുടെ ഏറ്റവും ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത്, ഒരു പ്രൈഡ് എന്ന് പറയുന്നത് എൻ്റെ കുട്ടീനെ നല്ലോണം എല്ലായിടത്തേക്കാണ് ഞാൻ കിട്ടിച്ചെന്നൊക്കെ പറയുന്നത് ഈ അമ്മക്ക് ശരിക്കും ഒരു ക്രെഡിറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇത് ഇവോക്ക് ചെയ്യുന്നുണ്ട്, ബോത്ത് സിമ്പതി ആൻഡ് ഫ്രസ്ട്രേഷനെ ഈ ഒരു കാര്യം ഇവോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അവസാനമായിട്ട് ഇതിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഥവാ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ്ങിലെ തീപ്പെട്ടി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പകരം വിമൻ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്, സ്ത്രീകളെ എന്തുമായിട്ട് കമ്പയർ ചെയ്തു, മാച്ച് ബോക്സസുമായിട്ട് കമ്പയർ ചെയ്തു. എന്തിനാണ്? ഹോൾഡ് പൊട്ടൻഷ്യൽ ഫോർ ഫയർ റെസിസ്റ്റൻസ്. ശരിക്കും ആള് ഈ തീപ്പെട്ടിക്ക് എന്തുണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, വലിയ തീകുണ്ടാറുണ്ടാക്കാനുള്ള കത്തിച്ചാമ്പലാക്കാനുള്ള ഒരു കഴിവുണ്ട്. സോ സെയിം ലേക്കാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത്. സ്മോൾ ആൻഡ് സീമിംഗ്ലി ഹാംലെസ്, കണ്ടാൽ ചെറുതായിരിക്കും, വലിയ ഉപദ്രവകാരി അല്ല എന്ന് തോന്നും, എന്നാൽ ബട്ട് ക്യാൻ ഇഗ്നൈറ്റ് പവർഫുൾ ചേഞ്ച്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റോ, തീപ്പെട്ടിക്ക് പവർഫുൾ ആയിട്ട് വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. സെയിം ലൈക്ക് സ്ത്രീകൾക്കും പറ്റും എന്നാണ് പറയുന്നത്. ബേണിംഗ് സാരി, ഈ നൊമിത തന്റെ സാരി ബേൺ ചെയ്തു എന്ന് പറയുന്നത് ഇതൊരു സിമ്പലാണ്, ഒരു സൂചകമാണ്. എന്തിന്റെ? ആക്ട് ഓഫ് ലിബറേഷൻ ആൻഡ് ഡിഫിയൻസ്. അത് ലിബറേഷന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സെൽഫ് ഐഡന്റിറ്റി സീക്ക് ചെയ്യുന്നതിന്റെ ഒരു സിമ്പലാണ് എന്നാണ് പറയുന്നത്. ദെൻ അവസാനമായിട്ട് റിപ്രസെന്റ്സ് വുമൻസ് ഇൻഹെറിന്റ് സ്ട്രെങ്ത് ടു ചാലഞ്ച് ഒപ്രഷൻ. ഒപ്രഷൻസിനെ ചാലഞ്ച് ചെയ്യാനുള്ള തൻ്റെ സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്ന ഒരു റിപ്രസെന്റേഷൻ ആണ് ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ദെൻ മെസ്സേജ് ഓഫ് ദ സ്റ്റോറിയിലേക്ക് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു തീംസും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ മക്കളെ കൃത്യമായിട്ട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ ചോദിക്കണം. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് തറവാക്കിയിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ദെൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. സോ മക്കളെ കൃത്യമായി പഠിച്ച് കോൺസെപ്റ്റ്സും തീംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിച്ചോളൂ. നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ഉണ്ട് കൂടെ. സോ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്.